ആറ് ആറ്. അതന്ത്രമിന്ദ്രദ്രുയുഗം തഥാവിധം സമേഷ. അതന്ത്രം, തന്ത്രം മടി, അതന്ത്രം മടിയില്ലാതെ ഉത്സാഹത്തോടെ. ഇന്ദ്രദ്രുയുഗം, ഇന്ദ്രവൃക്ഷങ്ങൾ എന്ന് അതിന് പേര്. എന്താണ്? അർജുന വൃക്ഷങ്ങൾ എന്ന് പേരുണ്ട്. അർജുനൻ ഇന്ദ്രൻ്റെ മകനാണ്. അപ്പോൾ എൻ്റെ മകൻ്റെ പേരുള്ളതല്ലേ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വൃക്ഷങ്ങൾ. ദ്രുയുഗം, രണ്ട് വൃക്ഷം. ധ്രു വൃക്ഷം, യുഗം രണ്ട്. ആ രണ്ട് വൃക്ഷങ്ങൾ അവിടേക്ക് ഭഗവാൻ തഥാവിധം സമേയുഷ, അവരെ അനുഗ്രഹിക്കാനായി ഭഗവാൻ അടുത്തേക്ക് പോകുന്നു. സമേയുഷ, അതിൻ്റെ അടുത്തെത്താറായി. എങ്ങനെ വരുന്നത്? മന്ധരഗാമിന, മെല്ലെ മെല്ലെ. വലിച്ച് വലിച്ച് വലിച്ചല്ലേ വരുന്നത്. മന്ധര നടക്കും പോലെ ആണ്. അങ്ങനെയാണ് മന്ധരയ്ക്ക് ആ പേര് വന്നത്. മെല്ലെ മെല്ലെ ഗമിക്കുന്നവൾ മന്ധര. മന്ധരഗാമിന ത്വയാ, ഇവിടെ ഭഗവാൻ ഉരലിൽ കെട്ടപ്പെട്ടതുകൊണ്ട് ആ ഉരലിനെ വലിച്ച് വലിച്ച് ആ വൃക്ഷങ്ങളുടെ അടുത്തേക്ക് ഭഗവാൻ എത്തുന്നു. പക്ഷേ ഉത്സാഹത്തോടു കൂടിയാണ് വരുന്നത്. അതന്ത്രം. എന്തുകൊണ്ട്? ഇന്ദ്രദ്രുയുഗം, ആ രണ്ട് മരുതവൃക്ഷങ്ങൾ കുബേരപുത്രന്മാരാണ്, അവരെ അനുഗ്രഹിക്കണം എന്നുള്ളതായ ആ ഉത്സാഹം. അതാണ് ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ ഭഗവാൻ വലിയ താല്പര്യമാണെന്ന് അർത്ഥം. അങ്ങനെ ഭഗവാൻ മെല്ലെ മെല്ലെ, എന്നാൽ യാതൊരു മടിയും കൂടാതെ ഉത്സാഹത്തോടുകൂടി ആ ഉരലിനെ വലിച്ച് വലിച്ച് മരുതവൃക്ഷങ്ങളുടെ സമീപത്തേക്ക് എത്തി. നോക്കി, വൃക്ഷങ്ങളിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ ഭഗവാൻ മെല്ലെ അപ്പുറത്തേക്ക് കടന്നു. ഉരലെ മറിഞ്ഞു. തിരായിത ഉലൂഖല, ഉരലെ വിലങ്ങത്തിൽ വരിക എന്ന് പറയും. ഇങ്ങനെയുള്ള ഉരല് ഇങ്ങനെയായി. വിലങ്ങത്തിൽ വന്നപ്പോൾ എന്തുണ്ട്? തടഞ്ഞു. അവിടെ അപ്പുറത്തേക്ക് വരുന്നില്ല. ഒന്ന് വലിച്ചു. തിരായിത ഉലൂഖല നിർദ്ദുതവും, വിലങ്ങത്തിൽ വന്നതായ ആ ഉരലിനെ ഒന്ന് വലിച്ചപ്പോൾ നിർദ്ദുതവും, ആ രണ്ട് വൃക്ഷങ്ങളും പൊട്ടി. എന്താ കാരണം? ഒരു കാരണം പറയുകയാണ്. ചിരായ ജീർണവും, വളരെ കാലമായി ജീർണിച്ച് നിൽക്കുന്നതായ വൃക്ഷങ്ങൾ. നമ്മളൊക്കെ എപ്പോഴും ഇങ്ങനെയല്ലേ, ഈ 5 വയസ്സാവാൻ പോകുന്ന കുട്ടിക്ക് ഇതിന് ഉള്ള ശക്തിയുണ്ടോ എന്നുള്ള ചോദ്യം വരും. അപ്പോൾ ഇത് വളരെ കാലമായ പഴകിയ വൃക്ഷങ്ങളാണ്. അപ്പോൾ വേരറ്റു വരാം, വേര് മുറിഞ്ഞു വരാം. ചിരായ ജീർണവും പരിപാതിതവും തരൂ. തരൂ, രണ്ട് വൃക്ഷങ്ങൾ. ആ രണ്ട് വൃക്ഷങ്ങളും എന്തെന്നില്ലാത്തൊരു ശബ്ദത്തോടുകൂടി രണ്ട് ഭാഗത്തേക്ക് മറിഞ്ഞു. ഇങ്ങനെ രണ്ട് ഭാഗത്തേക്ക് മറിഞ്ഞു. അപ്പോൾ ഏതൊരു കർമ്മം ചെയ്യുന്നതിലും മടി കൂടാതെ ഉത്സാഹത്തോട് ചെയ്യണം എന്ന് നമുക്കുള്ള ഉപദേശമാണ്. അതന്ത്രം. എപ്രകാരം ഭഗവാൻ യാതൊരു മടിയും കൂടാതെ ഉത്സാഹത്തോടി ആ ഭക്തന്മാരെ അനുഗ്രഹിക്കാൻ വേണ്ടി അങ്ങോട്ട് പോയോ. ക്ഷോരയിൽ കെട്ടപ്പെട്ടതുകൊണ്ട് മന്ധരഗാമിന, മെല്ലെ മെല്ലെ ഉരൽ വലിച്ചുകൊണ്ട് അതിനെ സമീപിച്ചു. താൻ അപ്പുറത്തേക്ക് കടന്നു, വൃക്ഷങ്ങളുടെ അപ്പുറത്തേക്ക് കടന്നു, ഇടയിൽ കൂടി കടന്നു. അപ്പോഴാണ് ഉരല് തിരായിത, വിലങ്ങത്തിൽ വന്നു. ആ ഉലൂഖലം അങ്ങനെ തടയപ്പെട്ടു, ഉരല് തടയപ്പെട്ടു. ആ തടയപ്പെട്ടതായ ഉരല് നിർധൂതമായി ഇളകി മറിഞ്ഞു, വേര് പൊട്ടി.
പരിപാതിതൗ തരൂ. രണ്ട് വൃക്ഷങ്ങളും രണ്ട് ഭാഗത്തേക്കായി എന്തെന്നില്ലാത്ത ശബ്ദത്തോടെ മറഞ്ഞു. എന്താ ഒരു കാരണം പറയുകയാണ്. ചിരായ ജീർണവും, വളരെ കാലമായി 100 ദിവ്യസംവത്സരം എന്ന് പറഞ്ഞില്ലേ, അത്ര കാലമായിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ടാണ് അത് വേഗത്തിൽ വീണത് എന്ന് പറയുന്നു. പക്ഷെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം, എത്ര ശക്തിയുള്ളതായാലും ഭഗവാൻ വിചാരിച്ചാൽ മറിക്കാൻ സാധിക്കും. എത്ര ശക്തിയുള്ളതായാലും, എത്ര ശക്തനായ ശത്രുവായാലും അയാളെ ഭഗവാൻ വധിക്കാൻ സാധിക്കും. പിന്നെ മെല്ലെ മെല്ലെ ബുദ്ധിമുട്ടി വധിക്കുന്ന എന്തിനാണ്? നമുക്കൊരു രസം ഉണ്ടാവാൻ വേണ്ടി, അത്രയേ ഉള്ളൂ. പിന്നെ വരുന്ന ശത്രുക്കൾ മുഴുവൻ ഭഗവാന്റെ ദാസന്മാരാണ്, സേവകന്മാരാണ്. അപ്പോൾ അവർക്കും കൂടി ഒരു ആനന്ദം വരണ്ടേ, ഞാൻ ഇടയ്ക്ക് ജയിച്ചു എന്നുള്ളതായ ഒരാഗ്രഹം വരണ്ടേ, ഒരു സമാധാനം കിട്ടാൻ വേണ്ടി ആണ് രാവണനോടൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ രാമൻ ഒരാഴ്ച കൊണ്ടൊക്കെയാണ് ചെയ്യുന്നത്. നേരത്തെ ചെയ്യാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ രണ്ട് വൃക്ഷങ്ങളും വളരെ കാലമായി ജീർണിച്ച് നിൽക്കുന്നതുകൊണ്ട് ആ രണ്ട് വൃക്ഷങ്ങളും മറിഞ്ഞ് വീഴുകയുണ്ടായി.